കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ സിപിഎമ്മും ബിജെപിയും ഗൂഢാലോചന നടത്തിയതായി വി.കെ. ശ്രീകണ്ഠൻ എം.പി. പാലക്കാട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു എം.പി. ആക്രമണം തുടങ്ങിവെച്ചത് സിപിഎം ആണ്. ബിജെപിയാണ് വീടുകയറി കല്ലെറിഞ്ഞത്. ബിജെപിയാണ് വീടുകയറി കല്ലെറിഞ്ഞ് പ്രവർത്തകന്റെ കണ്ണിനെ പരിക്കേൽപ്പിച്ചത്. യുഡിഎഫ് പ്രവർത്തകർ കല്ലെറിഞ്ഞാണ് പരിക്കേറ്റത് എന്ന ബിജെപിയുടെ വാദം കളവാണ്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് കണ്ട് അക്രമം അഴിച്ചുവിടുകയാണ് ബിജെപിയും സിപിഎമ്മും. പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടും. രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർത്തി സർക്കാരിനെതിരെയുള്ള ജനരോഷം മറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇത് വിലപ്പോവില്ല എന്നും എം.പി. പറഞ്ഞു. ബിജെപി പറയുന്നു അവര് നിരപരാധികളാണ്, അവരെ കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത്. കോൺഗ്രസ് തന്നെ എറിഞ്ഞ കല്ലുകൊണ്ടാണ് കെ.എസ്.സി പ്രവർത്തകന്റെ കണ്ണിന് പരിക്കേറ്റതെന്നാണ് ഇപ്പൊ സി കൃഷ്ണകുമാർ ഉൾപ്പെടെ പറയുന്നത്. ആദ്യം പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പരാജയ ഭീതി പൂണ്ടാണ് ഈ അക്രമം BJP അഴിച്ചുവിടുന്നത്. ആ അക്രമത്തിന് നിർഭാഗ്യവശാൽ ഇന്നലെ സഹായകരമായി പ്രവർത്തിച്ചത് തുടക്കത്തിൽ CPM-ന്റെ പ്രവർത്തകരാണ്. ഈ ബാദുഷ എന്ന് പറഞ്ഞ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, അതായത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബാദുഷ, ഈ വഴിയിൽ പോസ്റ്ററും മറ്റു സാമഗ്രികളും എല്ലാ ബൂത്തിലും എത്തിക്കാൻ വേണ്ടി സ്വന്തം കാറിൽ പോകുകയാണ്. സ്വന്തം കാറിൽ പോകുന്ന ബാദുഷയെ തടഞ്ഞത് ആദ്യം CPM-കാരാണ്. പുതിയ റോഡ് വെച്ചിട്ട് ഒരു സംഘം CPM-കാർ തടഞ്ഞു. അവിടെ വടിയും മറ്റു ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരാകെ ഭയന്ന് എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് തൊട്ടടുത്ത് കല്ലേക്കാട് എത്തുമ്പോഴേക്കും വീണ്ടും CPM-ന്റെ പ്രവർത്തകരാണ് രണ്ടാമതും തടഞ്ഞത്. അവിടെ തടഞ്ഞ് അവിടെ സംഘർഷം ഉണ്ടായി. ഈ വണ്ടി പിറകിലേക്ക് എടുക്കുമ്പോൾ പിന്നിൽ വന്നിട്ടുള്ള CPM-കാരാണ് കാറിൻ്റെ ചില്ലൊക്കെ അടിച്ചു പൊട്ടിച്ചത്. ഇവരാകെ ഭയന്ന് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നറിയില്ല, ഇറങ്ങട പുറത്തെന്ന് പറഞ്ഞാണ് വെല്ലുവിളിച്ചാണ് ഒരു സംഘം CPM-കാർ അക്രമം അഴിച്ചുവിട്ടത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഭീതിയോടുകൂടി ഇവർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നന്ദപാലിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അത് പ്രായിരിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഈ ഇടവഴി കൂടെ ചെറിയ റോഡാണ്, അതിലൂടെ അവിടേക്ക് എത്തുമ്പോൾ എതിരെ വന്ന ഒരു 10-15 സംഘം ബൈക്ക് യാത്രികരാണ്. അവർ BJP-കാരാണ്. 18-ാം വാർഡ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഈ വണ്ടി പോകുമ്പോൾ ഇവർ ഈ വണ്ടിയെ തിരിച്ച് ഫോളോ ചെയ്ത് നന്ദപാലിൻ്റെ വീട്ടിലേക്ക് ഇവർ പോയപ്പോൾ പിന്നാലെ ചെല്ലുകയുണ്ടായി. അവസാനത്തെ അക്രമം BJP-കാരുടെ വകയാണ്. അവർ പറഞ്ഞ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള അങ്ങനെ ഒരു സംഭവമില്ല. കാരണം അവിടെ മറ്റു വാഹനങ്ങളോ ഒന്നുമില്ല. ഇവർ വരുന്നത് അവർക്കും അറിയില്ല. സ്വാഭാവികമായിട്ടും ഇവർ ഈ ബാദുഷേനെ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യാണ്. ഏറ്റവും നല്ലൊരു KSU പ്രവർത്തകനാണ്. നിങ്ങൾക്കറിയാം, വിക്ടോറിയ കോളേജിലൊരു പയ്യനാണ്. അവൻ്റെ കൂടെ അജ്മൽ എന്നുള്ള പയ്യനാണ് ഉണ്ടായിരുന്നു. 2-3 പിള്ളേരുണ്ടായിരുന്നു. ഇവർ നേരെ ഈ ബൈക്ക് എല്ലാം കൂടെ ഇരച്ച് കയറി ഓണടിച്ച് പിന്നാലെ വരുമ്പോൾ നന്ദപാലിൻ്റെ വീട്ടിൽ ബെല്ലടിച്ച് വാതിൽ തുറക്കാൻ അല്പം സമയം പോയി. വാതിൽ തുറന്ന് ഇവർ അകത്തേക്ക് കയറുമ്പോഴേക്കും കല്ലേറ് തുടങ്ങി. ആ ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടിരുന്ന കല്ലാണ് എടുത്തെറിഞ്ഞത്. ഇപ്പോൾ വളരെ ഗുരുതരമായി അജ്മൽ എന്നുള്ള വിദ്യാർത്ഥി തൃശ്ശൂർ കോളേജിലെ ഡിഗ്രി സ്റ്റുഡൻ്റാണ്. കണ്ണിന് പെരുക്ക് പറ്റി, മൂക്കിൻ്റെ എല്ലൊടിഞ്ഞു, കണ്ണിന് താഴെയുള്ള എല്ലൊടിഞ്ഞു. അതീവ ഗുരുതരമായ അവസ്ഥയിലാണ്. ജില്ലാ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് മടക്കി കോയമ്പത്തൂർ കണ്ണാശുപത്രി കൊണ്ടുപോയപ്പോൾ ചോര വാർന്നു കൊണ്ടിരിക്കുകയാണ്. അവർ ഭയപ്പെട്ട് അവിടെ നിന്ന് റെഫർ ചെയ്ത് ഇപ്പോൾ KMCH-ലാണ് ഉള്ളത്. ഗുരുതരമായ അവസ്ഥാവിശേഷമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു സംഘടിതമായ അക്രമമാണ്. ബാദുഷ എന്ന് പറഞ്ഞ നല്ലൊരു പ്രവർത്തകനും നല്ലൊരു കാൻഡിഡേറ്റുമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മറ്റുള്ളവർക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം CPM-കാരും പിന്നീട് BJP-കാരും ആക്രമിച്ചത് വഴി ഇവർ രണ്ടുപേരും തമ്മിൽ വല്ല ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള അന്വേഷിക്കണം. അക്രമകാരികൾ അറിയപ്പെടുന്ന CPM-കാരുണ്ട്, അറിയപ്പെടുന്ന BJP-കാരുണ്ട്. ഈ പരാജയ ഭീതി പൂണ്ടു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രകോപനം. അല്ല വണ്ടി ഇടിക്കാനോ അങ്ങനെ ഒരു സാഹചര്യമോ അവിടെ ഉണ്ടായിട്ടില്ല. ഇവർ തമ്മിലൊരു സംഘർഷമോ മറ്റ് പ്രശ്നങ്ങളോ മുമ്പേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ടാണ് അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. ആകെ ഭീതി പരത്തി ആ പ്രദേശത്താകെ ജനങ്ങൾ വോട്ട് ചെയ്യാതാക്കുക എന്നുള്ളതാണ് BJP-യുടെ ലക്ഷ്യം. അവർ വീടിനകത്തേക്ക് കയറിയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി നന്ദപാലിൻ്റെ വീട്ടിലേക്ക് കയറി അഭയം പ്രാപിക്കാൻ പോകുമ്പോഴാണ് ഈ അക്രമം ഉണ്ടായത്. അതിശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യില്ലെങ്കിൽ അവിടെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകും. ആ ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് സംഘടിതമായ ഇവർ രണ്ട് കൂട്ടരും ഗൂഢാലോചന നടത്തിയാണ് കോൺഗ്രസിന് നേരെ ഈ അക്രമം അഴിച്ചുവിടുന്നത്. ഇവരും പിന്നാലെ കൂടി ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല, ഒരു വണ്ടിയും തട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് പരാതി കൊടുക്കാതെ എങ്ങനെ ഇവർ നിയമം കയ്യിലെടുക്കും? അപ്പോൾ ഒരു ഘട്ടത്തിൽ CPM-കാർ നിയമം കയ്യിലെടുക്കുന്നു, രണ്ടാം ഘട്ടത്തിൽ BJP-കാർ നിയമം കയ്യിലെടുക്കുന്നു. അക്രമം അഴിച്ചുവിട്ടുകൊണ്ട്
ഈ വോട്ടെടുപ്പ് ദിവസം പരിഭ്രാന്തി സൃഷ്ടിച്ച് ജനങ്ങളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനുള്ള വലിയ ശ്രമമാണ്. ഗുരുതരമായ പരിക്കാണ്. അദ്ദേഹത്തിന് 2 കണ്ണും കാഴ്ചയില്ല. ഇപ്പോൾ രാവിലെ ഡോക്ടർമാർ വന്ന് വിദഗ്ധ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതീവ ഗൗരവമാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണാണ്, കാഴ്ചശക്തിയാണ് നഷ്ടപ്പെട്ടത്. മൂക്കിൻ്റെ എല്ലും താടിയെല്ലും എല്ലാം തകർന്നിട്ടുണ്ട്. അതുപോലെ കരിങ്കൽ ചീളുകളാണ് എടുത്തെറിഞ്ഞിട്ടുള്ളത്. ഇത് വളരെ കർശനമായിട്ട് പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകും.